നമുക്കൊരു പുളിരസം ഉണ്ടാക്കിയാലോ? ഓ എന്താ പുളി, എൻ്റെ പൊന്നോ. അങ്ങനെ പുളീനെ നമുക്ക് വെള്ളത്തിലിടാം കേട്ടോ. നല്ല ചൂട് വെള്ളത്തിലോട്ട് പുളീനെ ഇടാം. അപ്പോഴേക്കും നമുക്കിതിന് ബാക്കിയുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും സവാള, കൊച്ചുള്ളിയാണ് വേണ്ടത്, പക്ഷേ കൊച്ചുള്ളി എൻ്റെ കയ്യിലില്ല. അങ്ങനെ രസത്തിനുള്ള പച്ചമുളക്, ചെറിയുള്ളിയാണ് വേണ്ടിയില്ല, അതുകൊണ്ട് സവാള, കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ടു. പിന്നെ എന്താ, ഉലുവ ഞാൻ വറുത്ത് വെച്ചു. നമുക്കുണ്ടാക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കടുകിടാമേ. ഇനി നമുക്ക് ഈ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം നല്ലോണം വഴന്ന് വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെ നല്ല കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്ര ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടില്ലേ, അത് നല്ലോണം ഞരടിയെടുത്തിട്ട് നരടിയെന്നായിപ്പോയി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല മൊരിഞ്ഞ മണം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുളിവെള്ളം. ഇതൊഴിച്ചു ചൂടുവെള്ളത്തിലിട്ട കാരണേ അതിന് ഭയങ്കര ചൂടായിരുന്നു. അതാ ഞാനത് നരടാതിരുന്നത്. ഇപ്പം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം നമുക്ക്. അയ്യോ, ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ നേരത്തെ വറുത്ത ചുലുവില്ലേ, ഇത് പൊടിച്ച് അതിലോട്ട് ചേർക്കണം. ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അവിടെ ഇരുന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ രസമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാമേ. എന്താ പൊളി ടേസ്റ്റ്. ഇത് ചോറിലൊഴിച്ച് കഴിച്ചാലില്ലേ സൂപ്പറായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ.